നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച സംഭവം മാർത്തോമ സ്കൂൾ പ്രിൻസിപ്പലിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. കാസർഗോഡ് മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം നീളുന്നു. നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതീകാത്മക മത്സ്യമാർക്കറ്റ് തീർത്തു. KCBയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പി. സിഒയുടെ ജനജാഗ്രതാ യാത്രയ്ക്ക് നാടെങ്ങും സ്വീകരണം. കടലാമ കുഞ്ഞുങ്ങൾക്കിനി കടലമ്മയുടെ സ്വാന്തനം. കാവുകോളി കടപ്പുറത്ത് വിരിഞ്ഞത് നൂറുകണക്കിന് കടലാമകൾ. സ്ത്രീപീഡന കേസുകളിൽ കർശന നടപടി. കേസുകളിൽ വീഴ്ച വരുത്തുന്നത് ഗൗരവമായി കാണുമെന്ന് ജില്ലാതല നിരീക്ഷണ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. ചെറുകിള മാർത്തോമ ഭദ്രവിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ജോയ് പി ജോളിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് അധികൃതർ അറിയിച്ചു. ചെർക്കള മാർത്തോമ ഭദ്ര കോളേജിലെ 2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പ്രിൻസിപ്പാൾ തങ്ങളുടെ കുട്ടികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നതായി കാണിച്ച് ജില്ലാ പോലീസ് ചീഫിനും ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ജോയ് പി ജോളിക്കെതിരെ ജില്ലാ പോലീസ് ചീഫിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാനഗർ പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മാർത്തോമ കോളേജ് മേധാവി കോഴിക്കോട് ബിഷപ്പ് ഗ്രിഗോറിയസ് മാർ സ്റ്റെഫനോസ് ചെർക്കള കോളേജിലെത്തി പരാതിക്കാരായ രക്ഷിതാക്കളുമായി ചർച്ച നടത്തി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പരാതി കേട്ട തിരുമേനി പ്രിൻസിപ്പാളിനെ തലസ്ഥാനത്തു നിന്നും പുറത്താക്കാൻ ഉത്തരവിടുകയായിരുന്നു. കോളേജിലെത്തിയ തിരുമേനിയെ കാണാൻ രക്ഷിതാക്കളും ഭദ്ര അസോസിയേഷൻ പ്രതിനിധികളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. കയ്യേറ്റം ഭയന്ന് ആരോപണ വിധേയനായ പ്രിൻസിപ്പാളിന് പോലീസ് സുരക്ഷ കർശനമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മത്സ്യമാർക്കറ്റിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതീകാത്മക മത്സ്യമാർക്കറ്റ് തീർത്തു. കാസർഗോഡ് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുന്നിലായിരുന്നു വ്യത്യസ്തമായ സമരം സംഘടിപ്പിച്ചത്. കാസർഗോഡ് മത്സ്യമാർക്കറ്റിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മക മത്സ്യമാർക്കറ്റ് തീർത്തത്. സമരം INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഫിഷ് മാർക്കറ്റിന്റെ മാത്രം പ്രശ്നമല്ല, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. വൈദ്യുതി പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഉമൈദ് തളങ്കര അധ്യക്ഷത വഹിച്ചു. ഹൈദർ കുളങ്ങര, മുസ്തഫ തോരവളപ്പ്, CMA ജലീൽ, മൊയ്തീൻ ഹാജി ചാല, നൌഷാദ് എരിയാൽ, അഷ്റഫ് തുരുത്തി, നവാസ് പടിഞ്ഞാർ തുടങ്ങിയവർ സംസാരിച്ചു. KCBയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധമിരമ്പി. COA സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ജനജാഗ്രതാ യാത്രയുടെ പ്രചാരണ ജാഥയ്ക്ക് നാടെങ്ങും വൻ സ്വീകരണം. തദ്ദേശീയരായ സ്വയം തൊഴിൽ സംരംഭകരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന KSEB നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് COAയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം തുടങ്ങിയത്. COA സംസ്ഥാന കമ്മിറ്റി 14 മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജനജാഗ്രതാ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. KSEB ഏകപക്ഷീയമായി റിലയൻസിന് വൈദ്യുതി തൂണുകൾ നൽകിയ ഉത്തരവ് പിൻവലിക്കുക, തൂണുകൾക്ക് മുൻകാല പ്രാബല്യത്തോടെ വാടക അടയ്ക്കണമെന്ന ഉത്തരവ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ജനജാഗ്രതാ യാത്ര നടത്തുന്നത്. ജില്ലാതല വാഹനജാഥ കാലിക്കടവിൽ നിന്നും ആരംഭിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ഒടയഞ്ചാലിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം തമ്പാൻ നായർ ഉദ്ഘാടനം ചെയ്തു. അവരിങ്ങനെ ഞങ്ങൾ നോക്കുകളായിട്ട് നിൽക്കണം, അതാണ് അവർ ആദ്യം ഇറങ്ങിയത്. KSEB ഇല്ല, പിന്നെ അവർക്ക് പോസ്റ്റക്കാരല്ല, പോസ്റ്റ് മറ്റവർക്ക് കൊടുത്തു. നമ്മളെ കാര്യം തന്നെ ഇപ്പൊ പറയണ്ട, കേബിൾ TVയുടെ നമ്മൾ അതിലൂടെ ലൈൻ വലിക്കുന്നുണ്ടാവും, നമ്മൾ അങ്ങനെ ഒരു ബന്ധേ ഉള്ളൂ. പക്ഷെ അതിലുപരി KSEBയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ലക്ഷ്മണൻ ഇന്നലെ CITUവിന്റെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞത്, അത് കേൾക്കുന്നത് തന്നെ നമുക്ക് തന്നെ ഞെട്ടിപ്പോയി. എനിക്കടക്കം CITUവിന്റെ ഒരു പ്രവർത്തകൻ, എളിയ പ്രവർത്തകൻ എന്ന വിധത്തിൽ എനിക്കും കൂടെ മനസ്സിലാവാത്ത കാര്യമാണ്. ഈ കരാർ നടപ്പിലാകുന്നുണ്ടെങ്കിൽ, നടപ്പിലായാൽ KSEB എന്ന് പറഞ്ഞൊരു സ്ഥാപനമില്ല. ഇത് 2-3 തട്ടായിട്ട് തിരിക്കുകയാണ്. COA മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ അധ്യക്ഷനായി. വാർഡംഗം ദാമോദരൻ സംസാരിച്ചു. മാലക്കലിൽ COA സംസ്ഥാന കമ്മിറ്റി അംഗം K രഘുനാഥൻ, മേഖലാ സെക്രട്ടറി സജി ആന്റണി, CPI നേതാവ് CK സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. KCBയുടെ തൂണുകൾ കുത്തക കമ്പനികൾക്ക് നൽകാനുള്ള നീക്കം പിൻവലിക്കണമെന്ന് CITU ആവശ്യപ്പെട്ടു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷനാണ് ഇക്കാര്യം ഉന്നയിച്ചത്. കാഞ്ഞങ്ങാട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
KSEB വിതരണ പോസ്റ്റുകൾ റിലയൻസിന് കേബിൾ വലിക്കാനുള്ള അധികാരം നൽകുന്ന നടപടി പിൻവലിക്കണമെന്ന് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ CITU ദേശീയ സെക്രട്ടറിയും KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന പ്രസിഡന്റുമായ KO ഹബീബ് ഉദ്ഘാടനം ചെയ്തു. ഈ യൂണിയനുകൾ നമ്മുടെ കൂടെ വന്നിരുന്നില്ല. ഇതങ്ങനെ കമ്പനിയായി ഇൻഡിപെൻഡന്റായി അവിടെ ഈ CITU വലിയ സംഖ്യയല്ല, CPM വലിയ പാർട്ടിയല്ല, ഇലക്ട്രിസിറ്റിക്കാര് EFI നമ്മുടെ ഫെഡറേഷനകത്ത് വന്നിരുന്നില്ല. ഇപ്പൊ ഫെഡറേഷനിലേക്ക് വന്നവര് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ മുദ്രാവാക്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ സമരത്തിന് പോയി. ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 4 കൽക്കട്ടയിൽ വരുന്നുണ്ട്, ഇപ്പൊ ഭുവനേശ്വരി വരാം, ലക്ഷ്മണന്റെ കൂടെ ഉണ്ടാകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ലക്ഷ്മണൻ, KP രാമചന്ദ്രൻ, A ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. K ശ്രീനിവാസൻ അധ്യക്ഷനായി. V ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. കടലാമ കുഞ്ഞുങ്ങൾക്കിനി കടലമ്മയുടെ സാന്ത്വനം. കാവുകോളി കടപ്പുറത്ത് വിരിഞ്ഞ 100 കണക്കിന് കടലാമകളെ കടലിൽ നിക്ഷേപിച്ചു. ജനുവരി 23 നിക്ഷേപിച്ച കടലാമ മുട്ടകളാണ് വിരിഞ്ഞത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിവിധ തീരങ്ങളിൽ നടക്കുന്ന കടലാമ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുട്ടകൾ ശേഖരിച്ച് വിരിയിക്കുകയായിരുന്നു. ഇവിടെ മുട്ട നിക്ഷേപിച്ച സ്ഥലത്ത് തന്നെ വേലുകെട്ടി സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഏതിനും ആമയാണ് മുട്ടയിട്ടത് എന്ന് മുൻകൂട്ടി അറിയാനും കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ നിരീക്ഷിച്ച കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ R. ഡെൽറ്റ L. മറോക്കി ഒലീവ് റെഡ്ലി വർഗത്തിൽപ്പെട്ട ആമയാണ് മുട്ടയിട്ടതെന്ന് സ്ഥിരീകരിച്ചു. 100ഓളം മുട്ടകളിൽ നിന്നും 60ഓളം കുഞ്ഞുങ്ങളാണ് പുറത്തിറങ്ങിയത്. നാട്ടുകാർക്ക് ഏറെ കൗതുകം നൽകിയ കടലാമ കുഞ്ഞുങ്ങളെ യാത്രയാക്കാൻ ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു. ആമകളുടെ വഴിയടയാളം കാണിച്ചു കൊടുക്കുന്നവർക്ക് കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 1000 രൂപ പ്രതിഫലം നൽകുന്നതിനാൽ തീരദേശ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും ഈ സംരക്ഷണ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. കടലാമ കുഞ്ഞുങ്ങളെ കടലിൽ വിടുന്ന ചടങ്ങിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ അബ്ദുൽ ഖാദർ, വാർഡംഗം ശോഭന, സെറീന ഷെരീഫ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R. ഡെൽറ്റോ L. മറോക്കി, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ NV സത്യൻ, K. സുനിൽകുമാർ, ശ്രീകാന്ത് തുടങ്ങിയവരും സംബന്ധിച്ചിരുന്നു. സ്ത്രീപീഡന കേസുകളിൽ കർശന നടപടി. കേസുകളിൽ വീഴ്ച വരുത്തുന്നതിനെ ഗൗരവമായി കാണുമെന്ന് ജില്ലാതല നിരീക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. സ്ത്രീപീഡന കേസുകൾ പോലീസ് ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്നും ഇത്തരം കേസുകളിൽ SP നേരിട്ട് പരിശോധന നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസൻ സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള ജില്ലാതല നിരീക്ഷണ സമിതി യോഗത്തിൽ അറിയിച്ചു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. സ്ത്രീപീഡന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് കർശന നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീപീഡന പരാതികൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഈ സമിതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താം. സ്ത്രീപീഡന കേസുകളിലെ സ്ത്രീ മരണമടഞ്ഞിട്ടുള്ള കേസുകളുടെ നിരീക്ഷണവും സമിതി എല്ലാ മാസവും നടത്തും. സ്ത്രീപീഡന കേസുകളിൽ സ്ത്രീ മരണമടയുന്ന സന്ദർഭത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷ ലഘൂകരിക്കുന്നതിനായി കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിച്ചത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ, ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C. ഷുക്കൂർ, ജില്ലാ വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ P. സുരജ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ഗാർഹികാക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരമുള്ള ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗവും ഇതോടനുബന്ധിച്ച് നടന്നു. പ്രൊട്ടക്ഷൻ ഉത്തരവുകളുടെ ലംഘനം നടക്കുമ്പോൾ പരാതിക്കാരിക്ക് അനുകൂലമായി നിലപാടെടുക്കാത്ത സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഗാർഹിക അതിക്രമങ്ങൾ ഉൾപ്പെടെ പീഡനത്തിനിരയായ സ്ത്രീകളുടെ പുനരധിവാസം ആശ്വാസ ധനസഹായത്തിനായി ലഭിച്ച 11 കേസുകൾ കമ്മിറ്റി പരിഗണിച്ചു. ഇതിൽ 10 അപേക്ഷകൾക്ക് 2500 രൂപ വീതം ധനസഹായം നൽകാനും കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. 11ാമത്തെ അപേക്ഷ കർണാടക സ്വദേശിനിയാണ്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതിന് അവിടുത്തെ തഹസിൽദാറിൽ നിന്നും അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. അംഗൻവാടി ജീവനക്കാർക്ക് 15,000 രൂപ മിനിമം വേതനം നൽകുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, സൂപ്പർവൈസർ നിയമനത്തിന് സർവീസും മാനദണ്ഡമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NT ലക്ഷ്മി, KV രാഗിണി, KP വിജയകുമാരി, M
രജനി, വി രാധ, CV സിനി തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃതമായി കടത്തുകയായിരുന്ന 5 ലോഡ് മണൽ പോലീസ് പിടിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടി ജംഗ്ഷനിൽ നിന്നായിരുന്നു മണൽ വേട്ട. 2 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മണൽ കടത്തുകയായിരുന്ന TN 52 C9605, TN 52 DO 779 എന്നീ നമ്പറുകളിലുള്ള 2 തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറികളും KA 01 AA 4816 നമ്പറിലുള്ള കർണാടക രജിസ്ട്രേഷനിലുള്ള ലോറിയുമാണ് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മണൽ ലോറിയിലെ ഡ്രൈവർമാരായിരുന്ന തമിഴ്നാട് സ്വദേശി M ശർവൻ, മോഹൻരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കർണാടക രജിസ്ട്രേഷനിലുള്ള മണൽ ലോറിയിലെ ഡ്രൈവർ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു. മഞ്ചേശ്വരം SI P പ്രമോദ്, ASI വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. അറസ്റ്റിലായവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളിൽ നിന്നും ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. മഞ്ചേശ്വരത്തെ തുമിനാട്, കുഞ്ചത്തൂർ, ഗുവതപ്പടുപ്പ്, ആനക്കല്ല് എന്നീ പ്രദേശങ്ങളിലെ ഈടുവഴികൾ കേന്ദ്രീകരിച്ചാണ് കർണാടകയിൽ നിന്നുള്ള മണൽ കടത്ത് നിർബാധം തുടർന്നു വരുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ 5 മണൽക്കടത്ത് ലോറികളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുഞ്ചത്തൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് മണൽ ശേഖരിക്കുവാൻ പോകുകയായിരുന്ന 5 ലോറികളും പിടികൂടിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മണലുമായി 5 ലോറികളും SI P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ കാസർഗോഡ് നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ കാസർഗോഡ് നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K പ്രദീപൻ പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വെച്ച് ആവിഷ്കരിച്ച നയത്തിൽ മർമ്മപ്രധാന മേഖലകളെല്ലാം പൊതുമേഖലയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഖനികൾ, ഉരുക്ക് വ്യവസായം, റോഡ് ഗതാഗതം, റെയിൽവേ, ടെലികോം, പോസ്റ്റൽ, റെയിൽവേ, ഈ മേഖലകളിൽ പൊതുമേഖല എന്ന് പറയുന്നത് വൻതോതിൽ മുതൽ മുടക്കുണ്ടാവേണ്ടതാണ്. നാടിന്റെ പൊതുവികസനത്തിനും പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സൗകര്യങ്ങളെല്ലാം ഇന്ത്യയിലെ മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമായിരുന്നില്ലേ? ആയിരുന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PP കൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, VV ബാലകൃഷ്ണൻ, PG ദേവ്, KP മുഹമ്മദ് അഷ്റഫ്, T കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സംഘടനാ സെഷനിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK വേലായുധൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച, മറുപടി, പ്രമേയങ്ങൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകൾ ചുരുക്കത്തിൽ. ബാങ്കോട് മഹാത്മാഗാന്ധി കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന നെഹ്റു അനുസ്മരണവും കാവ്യസന്ധ്യയും 29-ന് ബാങ്കോട്ട് നടക്കും. താജുദ്ദീൻ ബാങ്കോടിന്റെ ശില്പ പ്രദർശനവും ഇതോടനുബന്ധിച്ച് അരങ്ങേറും. പോലീസ് ചമഞ്ഞ് കാർ തട്ടിക്കൊണ്ടുപോയ കേസിൽ ചെറുക്കള സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. VK പാറയിലെ മുഹമ്മദ് ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. തീവണ്ടി തട്ടി തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. പുതുക്കയിലെ കണ്ണനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. ഇദ്ദേഹത്തെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. തലകറങ്ങി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏരിയാൽ വള്ളീരിലെ ഇക്ബാലാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. KSRTC ബസ് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തമിഴ്നാട് സ്വദേശി മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ അനന്ത് നായക്കാണ് മരിച്ചത്. 82 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തുമിനാട് ജംഗ്ഷനിലായിരുന്നു ഇദ്ദേഹത്തെ അപകടത്തിൽപ്പെട്ട് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 6-ാം തീയതി വെള്ളിയാഴ്ച തുമിനാട്ടിൽ വെച്ച് മലബാർ KSRTC ബസ് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അനന്ത നായിക് മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒരാഴ്ചക്കാലമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനന്ത നായിക് ബുധനാഴ്ച പുലർച്ചെയോടെയാണ് മരിച്ചത്.
റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അനന്തനായിക്കിനെ KSRTC ബസ് ഇടിച്ചത്. തുമിനാട് ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 12:30 മണിയോടെയായിരുന്നു അപകടം നടന്നത്. മറുവശത്തെ സ്റ്റോപ്പിലെത്തുവാൻ വേണ്ടി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന കേരള KSRTC ബസ്സാണ് അനന്തനായിക്കിനെ ഇടിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനന്തനായിക്കിനെ നാട്ടുകാർ അന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനന്തനായിക്കിന് ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ബുധനാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. KSRTC ബസിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നാണ് അവിടെയുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ അന്ന് സൂചിപ്പിച്ചത്. തലയ്ക്കേറ്റ ആഘാതവും മറ്റു മുറിവുകളുമാണ് അനന്തനായിക്കിൻ്റെ മരണത്തിന് കാരണമായത്. ബസ്സുകളുടെ മത്സരയോട്ടം കാരണം കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ടാകുന്നത് പതിവായി മാറുകയാണ്. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സരസ്വതിയാണ് അനന്തനായിക്കിൻ്റെ ഭാര്യ. വേദാവതി, യശോദ, യോഗേഷ്, ജഗദീഷ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച സംഭവം മാർത്തോമ സ്കൂൾ പ്രിൻസിപ്പലിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. കാസർഗോഡ് മത്സ്യമാർക്കറ്റ് ഉദ്ഘാടനം നീളുന്നു. നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതീകാത്മക മത്സ്യമാർക്കറ്റ് തീർത്തു. KCBയുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധമിരമ്പി. COയുടെ ജനജാഗ്രതാ യാത്രയ്ക്ക് നാടെങ്ങും സ്വീകരണം. കടലാമ കുഞ്ഞുങ്ങൾക്കിനി കടലമ്മയുടെ സ്വാന്തനം. കാവുകോളി കടപ്പുറത്ത് വിരിഞ്ഞത് 100 കണക്കിന് കടലാമകൾ. സ്ത്രീപീഡന കേസുകളിൽ കർശന നടപടി. കേസുകളിൽ വീഴ്ച വരുത്തുന്നത് ഗൗരവമായി കാണുമെന്ന് ജില്ലാതല നിരീക്ഷണ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.